GCC രാജ്യങ്ങൾക്കിടയിലെ ഏകീകൃത എക്സൈസ് നികുതി കരാറിൽ സുപ്രധാന ഭേദഗതികൾ കൊണ്ടുവരാൻ സൗദി മന്ത്രിസഭ അംഗീകാരം നൽകി. ആരോഗ്യത്തിന് ഹാനികരമായ ഉൽപ്പന്നങ്ങൾക്കൊപ്പം ആഡംബര വസ്തുക്കളെയും നികുതി പരിധിയിൽ ഉൾപ്പെടുത്തിയതാണ് പുതിയ മാറ്റം. നികുതി ഘടന പരിഷ്കരിക്കുന്നതിലൂടെ സുതാര്യതയും സാമ്പത്തികമായ കൂടുതൽ വ്യക്തതയുമാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. GCC രാജ്യങ്ങളിലെ സാമ്പത്തിക ചട്ടക്കൂട്ടിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതാണ് പുതിയ എക്സൈസ് നികുതി കരാർ. പുതിയ ഭേദഗതി പ്രകാരം നികുതി ചുമത്തുന്ന ഉൽപ്പന്നങ്ങളുടെ പട്ടിക വിപുലീകരിച്ചു. പുകയില ഉൽപ്പന്നങ്ങൾ, എനർജി ഡ്രിങ്കുകൾ എന്നിവയ്ക്ക് പുറമെ പരിസ്ഥിതിക്ക് ദോഷകരമായ വസ്തുക്കളും ഉയർന്ന വിലയുള്ള ആഡംബര വസ്തുക്കളും ഇനി എക്സൈസ് നികുതിയുടെ പരിധിയിൽ വരും. നികുതി കണക്കാക്കുന്ന രീതിയിലും മാറ്റങ്ങളുണ്ട്. വിപണിയിലെ റീറ്റെയിൽ വിലയോ അല്ലെങ്കിൽ അംഗരാജ്യങ്ങൾക്കിടയിൽ ധാരണയായ സ്റ്റാൻഡേർഡ് വിലയോ ഏതാണോ കൂടുതൽ അതായിരിക്കും നികുതി നിശ്ചയിക്കാനുള്ള അടിസ്ഥാന വില. ഉൽപ്പന്നങ്ങളുടെ മൂല്യത്തിന്റെ നിശ്ചിത ശതമാനമോ അല്ലെങ്കിൽ ഓരോ യൂണിറ്റിനും പ്രത്യേകമായോ നികുതി ഈടാക്കാൻ പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. കൂടാതെ നികുതി അടക്കാനുള്ള കാലാവധി, അതിനുള്ള നിബന്ധനകൾ എന്നിവ തീരുമാനിക്കാനുള്ള അധികാരം ഓരോ അംഗരാജ്യങ്ങൾക്കും നൽകിയിട്ടുണ്ട്. ഇത് പ്രാദേശികമായ സാമ്പത്തിക സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ രാജ്യങ്ങളെ സഹായിക്കും. GCC രാജ്യങ്ങൾക്കിടയിൽ ഏകീകൃത നികുതി നയം നടപ്പിലാക്കുന്നതിലൂടെ വ്യാജ ഉൽപ്പന്നങ്ങളുടെ വിപണനം തടയാനും പൊതുജനാരോഗ്യം സംരക്ഷിക്കാനും സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. മിനിസ്റ്റീരിയൽ കമ്മിറ്റി നിശ്ചയിക്കുന്ന പട്ടിക പ്രകാരമായിരിക്കും വരും ദിവസങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമുണ്ടാവുക. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.